വിട്ടാലോ നമുക്ക് പോകല്ലേ? ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിന്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു ഫ്ലാറ്റുകളുടെ. അപ്പം അടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സൈറ്റിലേക്ക് പോവാണ്. ഇനി നമുക്ക് ചായോത്തിക്കല്ല പോകണ്ടേ? ചായോ. അപ്പം ഇനി ചായോത്തിന് പോട്ടെ. നമ്മളിപ്പോൾ കാസർഗോഡാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് ചായോത്തിന് പോണ കാഴ്ചകൾ കണ്ട് പോകാം നമുക്ക് കേട്ടോ. പിള്ളേർ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. പെരും വെയിലാണ്. രണ്ടും ഇരുന്ന് ചിത്രം വരോ എന്തൊക്കെയോ പണികളാണ് ഇതിനകത്ത്. ഉച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കാണ്. പോകലടാ. അപ്പൊ നമുക്ക് ഇനി പോകാട്ടോ. പോടാ. ഒരു വണ്ടിയിൽ ഇരുന്ന് മടുത്തു കാണും. പെരും വെയിലായിട്ട് ക്യാമറ പിടിക്കലും അതിന്റെ ഒപ്പം സീറ്റ് ബെൽറ്റ് ഇടലും റിസ്ക് ആണ്. അപ്പം ഇനി പോകാം കഴിച്ച് നമുക്ക്. നിങ്ങൾ മടുത്തോ? ആ തിന്നോ. ഒരു ബേക്കറിയൊക്കെ ആയിട്ടാ വന്നത്. ഇരുന്ന് മടുക്കുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി തിരിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മള് ടൗണിക്ക് എത്താനായി നല്ല എത്തി. NH ആണ് ഈ കാണുന്നത്, നാഷണൽ ഹൈവേ NH 66. നമുക്ക് ഇവിടുന്ന് അങ്ങനെ ലെഫ്റ്റിക്ക് പോയിട്ട് മേലെ റോഡ് കയറണ്ടേ, ഹൈവേക്ക് കയറണ്ടേ? റൈറ്റ് അങ്ങോട്ട് പോലെ. എന്നിട്ടോ എൻട്രി എവിടുന്ന്? അവിടുന്ന് എക്സിറ്റ് അടിക്കണം. അങ്ങോട്ടാ പോണ്ടേ? ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? വരട്ടുന്നുണ്ടല്ലേ? ആ ശരിയാ. മൂകാംബിക. ഇത് മേലെ കൂടെ ഇപ്പൊ വണ്ടികൾ ഇങ്ങനെ പോണ്ടാവൂലേ? പോട്ടെ 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 പോട്ടെ. ആ വണ്ടി ഇങ്ങട്ടാ. അയാൾക്ക് നിക്കാനോ നേരമില്ല. അവിടെ വണ്ടി ഇങ്ങോട്ട് തിരിയാൻ നിക്കണമെന്ന് ഒരു കണ്ടൂടെ? ആർക്കും നേരമൊന്നുമില്ല. അപ്പൊ നമ്മള് NH കടക്കുകയാണ് ഗൈസ്. അണങ്കൂർ എന്നാണ് നമ്മളെ ലൊക്കേഷൻ. അണങ്കൂറാണ് ഈ ടൗൺ കേട്ടോ. അണങ്കൂർ ടൗൺ ആണിത്. ഇനി ഇവിടെ നമുക്ക് നേരെ ഹൈവേ കണ്ട് കയറാം. നേരെ നീലേശ്വരത്ത് നിന്ന് ചായോ. ഇവിടെ എക്സിറ്റ് ആണ്. കുറെ ആൾക്കാർ ഇതിലെ കയറുന്നുണ്ട്. ഇങ്ങനെ ബാക്കൊക്കെ നിർത്തി ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് അതിലാണ് എക്സിറ്റ് അല്ലേ അത്? അത് ഇങ്ങോട്ടേ ഉള്ളൂ, അങ്ങോട്ട് കയറാനില്ല. നമ്മൾ കാസർഗോഡിന്റെ ഒരു സൈഡ് കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നേരെ വെച്ച് പിടിച്ചാൽ നാട്ടിലേക്ക് എത്താം. 157 കിലോമീറ്റർ. പോയാലോ? അതാ സ്കൂട്ടി ഇതിലായിരുന്നേ. സ്കൂട്ടിയിലെ ഒന്നാമത്തെ പ്രശ്നം, അയാൾ കുറെ നേരം ഓണടിച്ച് കിരിക്കിരിക്കിരിക്കിരാറിനായിട്ട് പുറകിൽ വരും. വണ്ടി വരുന്നും പോകണമെന്ന് അയാൾ കാണുന്നില്ലേ? ഇത് 2 വണ്ടി. ഇത് ഒരെണ്ണം ഇങ്ങോട്ട് വരാനുള്ളതാ. ഓവർടേക്ക് ചെയ്താൽ പണി പോളും. നമുക്കിപ്പോൾ മേലെ കിടക്കണല്ലോ. നമുക്ക് നേരെ അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ, ഇങ്ങോട്ട് റൈറ്റിക്ക് നേരെ ലെഫ്റ്റിക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കയറാൻ പറ്റിയേനെ. ഇല്ല, നമുക്ക് കുറച്ച് അപ്പുറത്ത് കയറണം. സീതാങ്കോളി, ഉളിയത്തടുക്ക, കിൻഫ്ര ഒക്കെ അടുത്തേക്ക്. കിൻഫ്ര പാർക്ക് ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ അങ്ങോട്ട് പോകുമ്പോ? വിദ്യാനഗറിലെത്തി. വിദ്യാനഗർ ബ്ലോക്കായല്ലോ. ബ്ലോക്കാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വണ്ടികളുണ്ടാവും. അപ്പോൾ ഈ ട്രാക്ക് ഫ്രീ അല്ല. അപ്പുറത്തെ ട്രാക്ക് ബ്ലാക്ക് ക്രെറ്റാണ്ടേ, നല്ല രസം ഉണ്ടാവാൻ. നല്ല കളർ കേട്ടോ ബ്ലാക്ക്. കിച്ചു മിണ്ടാണ്ട് മൂലയിലിരിക്കണ്ടോ? ഒരൊച്ച എനക്കും കേക്കണില്ല. നുറുക്ക് തിന്നേ പോലെ.
നേരം 12:30 ആയിട്ടോ. ഫുഡ് എവിടുന്ന് കഴിക്കും? കൊണ്ടുവന്നുണ്ട്. എന്നുവെച്ച് കയറുന്ന വരെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോക്ക് കിടക്കുള്ളൂ. തട്ടിത്തടഞ്ഞ് ഇങ്ങനെ. കളക്ടറേറ്റ് ജംഗ്ഷൻ. കഴിഞ്ഞു. തിരക്ക് കുറച്ചുകൊണ്ട് കുറഞ്ഞു. നമുക്ക് എക്സിറ്റ് അടിച്ച് ഇവിടെ നമുക്ക് ഇനി എൻട്രി കിട്ടും. ആ ചങ്ങാൻ്റെ ഒരു വണ്ടിയുടെ ഒരു ഓണാണെങ്കിലോ ആ ഓണമ്മ ഞെക്കി പിടിച്ചോണ്ടിരിക്കുക. പുറകിലൊരു വണ്ടി വരുന്നുണ്ട്. ഇലക്ട്രിക്കിന്റെ വണ്ടിയാ? അതിന് മുന്നേ പോയിരിക്കും. തിരക്ക് പിടിച്ച് ഏതാ പോക്കില്ലേ? കർണാടക പറന്നത് ഇവിടുന്ന് തന്നെ മിസൈല് പോലെ ഒരു പോക്ക് ഇവിടുന്ന്. അത് കാണിച്ചാൽ നല്ല സ്പീഡിലാണ്ട് പോയിട്ട് നമുക്ക് മത്സരിച്ച് പോണ മാതിരിക്കാണ് കാണിച്ചാണ്ട് അയാളാണ്ട് പോയിക്കോളൂ അല്ലേ? ഇങ്ങാണ്ട് മത്സരിക്കും. അപ്പൊ ഒരു പറക്കും. പിന്നെ ഞങ്ങള് ബ്രേക്ക് മെല്ലെ പോകും. ഞാൻ അയാള് മെല്ലേക്കും പോവാ. സ്പീഡ് കുറച്ച് ബ്രേക്ക് വിട്ടിട്ടൊക്കെ പോണത്. അയാള് ഭയങ്കര സ്പീഡിലുണ്ട് വന്ന് പണ്ട് മെല്ലെ പോണ്. പഠിക്കാന്ന് തോന്നുന്നു. ഡോക്ടർ എന്തോണ് പിടിച്ചാ കിട്ടൂലെന്ന് തോന്നിയപ്പോ സ്ലോ ആക്കിയതാവും. അതോ അത് ഈ ഇലക്ട്രിക് വണ്ടി ഒന്നായിട്ട് പോകും. അത് എങ്ങോട്ടും ഞങ്ങള് തിരിയില്ല, നേരെ പോകും. നമ്മളിഞ്ഞ് നീലേശ്വരത്തുനിന്നല്ല തിരിയാ? നീലേശ്വരം വരെ ഈ പോക്ക് പോകാം. എവിടെ? പോയത് മനസ്സിലായി. ലോറിക്കാര് രണ്ടാളും വർത്താനം പറഞ്ഞു പോണൊക്കെ. ഒന്ന് മുന്നിലും ബാക്കിലും അല്ലേ? ആഴ്ചങ്ങ നമുക്ക് ഇപ്പുറത്ത് നിർത്തണോ? ഓല് വർത്താനൊന്നല്ല. ഓല് രണ്ടാളും, ഒരാള് അപ്പുറത്തെ ട്രാക്കിൽ മെല്ലെ പോണ്, ഒരാൾ ഇപ്പുറത്തെ നടുവ് കൂടെ മെല്ലെ പോണ്. ആലോചിച്ച് ഇങ്ങനെ പോകായിരിക്കും. എത്ര ദൂരം പോണല്ലേ ലോറിയും കൊണ്ടൊക്കെ ആകുമ്പോ. കാണ്ടമാനം പോണ്ടേ. പിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ ലോഡ് ഇറക്കലും പിടിക്കലും ഒക്കെ ഒരു പണിയല്ലേ. ആള് വരുന്നവരെ കാത്തിക്കണം. എയർപോർട്ട് വണ്ടി പറന്നു പോയിട്ടോ. ഇലക്ട്രിക്കിന്റെ അല്ലേ? എല്ലാം പോയി. ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലാണ്ടേ. പണിയെടുത്തോളി അല്ലേ? പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, എന്താ വണ്ടി വെച്ചാ വാങ്ങുക. എത്രയാണാവോ? ആക്കെ നിങ്ങള് കാണുക, നിങ്ങള് നോക്കുക, നിങ്ങള് വാങ്ങുക. ഒക്കെ നിങ്ങളാണ്ട് ഏൽപ്പിച്ചു അല്ലേ? ഞങ്ങൾക്ക് ഈ വണ്ടി മതി. ഞങ്ങൾ ഇതും കൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. നിങ്ങൾ മറ്റേ BMW ഒക്കെ വാങ്ങിക്കോളി. പോണം. നിങ്ങൾക്കിപ്പോ ബൊലേറോ പറ്റണില്ല അല്ലേ? പുച്ഛം അല്ലേ? ഏത് മൊത്തം ബ്ലോക്ക് ആണല്ലോ. ലോഡും വണ്ടി ഉണ്ട് മുന്നില്. ഒന്ന് കയറാനാവൂല. വണ്ടി മറിഞ്ഞു കിടക്ക വെറുതെ അല്ലേ? ഇല്ലേ, ആ വണ്ടിയുടെ മൂട്ടിൽ പോയിട്ട് മറ്റേ മൂട്ടില് പോയിന്ന് കളിക്കാം. ഇതാണ് വലിഞ്ഞിട്ട് കയറുന്നില്ലേ? കുറച്ച് ഗ്യാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ
ഓവർടേക്ക് ചെയ്ത് പോകാൻ എന്ത് സുഖമുണ്ടെന്ന് പറയാം. ഓരോരുത്തർ മുന്നിലൊരു ലോറിൻ്റെ ഒക്കെ അതിൻ്റെ മൂട്ടിലോട് കൊണ്ടു നിർത്തും. അപ്പോൾ നമ്മൾ 2 വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യണം. അത്രയും ഗ്യാപ്പ് ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ കുറച്ച് ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ ഒരു വണ്ടി വന്നിട്ട് ഇവിടെ ഓവർടേക്ക് ചെയ്ത് കയറും, പിന്നെ അങ്ങനെ കയറി പോയിക്കോളും. മീനാ വെള്ളം പാറ തുറന്ന് ഇങ്ങനെ ഒരു ഇതാക്കില്ലേ. ഇച്ചറങ്ങനെ തിന്നലേ കള്ളത്തിയങ്ങള്. ഇവിടെ ഫുള്ള് തീറ്റാണ്. എന്താടാ തിന്നണേ? നിങ്ങൾ മതിയാക്കിയോ? എനിക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം ഡിക്കിയിലാണ്. കിച്ചു ഡിക്കി തുറക്കൂ, വെള്ളം എടുക്കൂ. 1 കുപ്പി വെള്ളം കിട്ടുവാടാ? പിന്നെ ഇറങ്ങിയിട്ട് എടുക്കേണ്ടി വരും. അവിടെ ടാറിങ് ആക്കുന്നുണ്ട്. ഇതൊക്കെ പോക പരിപാടിയാണ്. കുറച്ചു കാലം കൂടി മാത്രം ഞാൻ ക്ഷമിച്ചു പോയാതിരെ. ഈ ചൂടത്ത് എങ്ങനെയാലേ നിക്ക ടാറിന്റെ ചൂടും. നമ്മക്ക് വേണ്ടിട്ട് റോഡ് നന്നാക്കണ കണ്ട ആള് നാട്ടിൽ നിന്ന് വന്നാണ്ട് എവിടെയോ കിടന്ന മനുഷ്യന്മാരാലേ വെയിലത്ത്. ചട്ടഞ്ചാല ഏതാ, പൊയിനാച്ചി ഏതാ, പെരിയ ഏതാന്നൊക്കെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. ഏതൊക്കെയോ ടൗണ് കഴിഞ്ഞിപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് എവിടെയാന്ന് പോലും അറിയില്ല. ഏത് പൊയിനാച്ചിയല്ലേ? അല്ല, അടുത്ത വരുന്ന പൊയിനാച്ചിയല്ലേ? ഇപ്പൊ കഴിഞ്ഞ ചട്ടഞ്ചാല് ആണ് തോന്നുന്നു, എനിക്കറിയില്ല. അവിടേക്ക് വണ്ടി പോണ്. ഏതാ വണ്ടിയിലേ? ഈ ചങ്ങായി പെരുമ്പോക്ക് പോകണ്ടോ? അന്ന് എവിടെയെങ്കിലും കുത്തി മറിക്കോ? അത് കറുപ്പ് വണ്ടിയാണോ? ചാരി ഇങ്ങോട്ട് പോണുണ്ടോ നേരത്തെ? ആദ്യമായിട്ട് എന്നെ കൂടെ കേറി പോണമായിരിക്കും പോകുന്നത്. എവിടെയെങ്കിലും കൂടെയാണ് പോണത്. ബുൾസൈ ആവുമോ? എന്താണാവോ? ആ പള്ളി കാണാൻ എന്താ ലുക്കിലേ? അടിപൊളി, നല്ല സ്റ്റൈലുണ്ട് അല്ലേ? രസമുള്ള ഒരു പള്ളിയാണ്. ചെറുമ്പ എന്താ സ്ഥലത്തിന്റെ പേര്? മറന്നു. പേര് നോക്കിയില്ല. വെള്ളം മുഴുവൻ റോഡിലോട്ട് ഒഴുക്കാണ്. വെള്ളം ഇറ്റ് പോണല്ലേ? ഇറ്റ് പോണല്ല, നമ്മളെ വണ്ടിയിലോട്ട് വെറുതെ ആക്കണോ? സൂക്ഷ്മ ധൂളികളായിട്ട് നമ്മളെ വണ്ടി വന്ന് ഒട്ടി പിടിക്കൂലേ? ബൈക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെ ബൈക്കാരൊക്കെ എത്തിക്കാവൂലേ? ആ ഒരു ടാങ്ക് പോലെ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നാണ് ഇന്ന് പോണത്. അത് നിറഞ്ഞു പോണതാ തോന്നുന്നുണ്ടല്ലേ? ഇതില് പോണോ? ഇതില് പോയി നോക്കാല്ലേ? ചിലപ്പോ അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങോട്ട് കടക്കാൻ പറ്റൂല. നമുക്ക് ഇവിടുന്ന് വേറെ റോഡുണ്ട്, ആ റോഡിന് പോവാം. ഉള്ളിൽ കൂടെ ഉള്ള റോഡുണ്ടല്ലോ, എന്താ കല്യാണം ആ റോഡിന് പോരാ? അന്ത റോഡിന് പോയി നോക്കാം. ഇവിടെ ചിലപ്പം ഹൈവേയിലോട്ടെത്തും. കുറച്ചല്ലേ ഉള്ളൂ? ഇവിടുന്ന് കുറച്ചുള്ളൂ. പക്ഷെ അപ്പുറത്തെ റോഡ് അടച്ചാല് നമുക്ക് നമ്മള് പെടും. ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഗ്യാപ്പുണ്ടല്ലോ. നമുക്ക് പോവാം. ആ വണ്ടിക്കകത്താണ്ടേ കാറുകള് 2 തട്ടല്ലേ? എത്ര വണ്ടികളാണ്? 1 2 3 4 5 6 8 10 വണ്ടിനാണ്ടോ? നമ്മളെ കേരളത്തിൽ ഓടാനുള്ള വണ്ടികളാണ് ഒക്കെ അല്ലേ? കണ്ടോ അതിനകത്തോട്ട് പോയി ഇവിടെ കാണുന്നത്. നമുക്കേ ഈ റോഡിന് പോവാം. ഇനി നേരെ നമ്മള് എവിടെ എത്തത്? നീലേശ്വരം. എവിടെ അല്ല, നീലേശ്വരം അല്ല, ചായത്തെത്തുവോ? ചായോ? നേരെ ചായത്തൊന്നും എത്തൂല, നമ്മളിങ്ങനെ പോകും.
ഇന്ന സ്ഥലത്ത് ഇന്ന റൂട്ടിൽ കൂടെ പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. അതില്ല, റോഡ് എങ്ങനെങ്കിലൊക്കെ ആയിട്ട് ചായത്തെത്തും. യെസ്. അപ്പൊ നമുക്ക് നേരെ പോവാം, അടുത്ത ടൗണിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന സ്ഥലപ്പേര് പറഞ്ഞാൽ കല്യാണം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ. കല്യാണം. എങ്ങനെയുണ്ട് സ്ഥലത്തിന്റെ പേര്? അടിപൊളി പേരാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഇങ്ങനത്തെ ഒരു സ്ഥലപ്പേര്. വൈറൽ സ്ഥലപ്പേരാണിത് കല്യാണം. അത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ വന്നിട്ട്. കാസർഗോഡ്. ആ ഇല്ലത്തിന്റെ പേരെന്താ അവിടുത്തെ? വാഴുന്നോട്ട് ഇല്ലാണോ? അല്ല, വേറെ ഏതൊരു ഇല്ലാണ് അല്ലേ? ഏച്ചിക്കാനം തറവാട്. ഏച്ചിക്കാനം തറവാടൊന്ന് കാണാൻ പോണ ഒരു ദിവസം നമുക്ക് കേട്ടോ. അങ്ങകലെ കാണുന്നതാണ് റബ്ബർ തോട്ടം. ഇവിടെ ഫുള്ള് ഒഴിഞ്ഞു കിടക്കുക. ഇവിടെ കാട് കയറി ഒഴിഞ്ഞു കിടക്കുക. എനിക്കൊന്നൊന്നുമില്ല. എന്താ ഇവിടെ കൂടെ എങ്ങനെ പോണല്ലേ? തിരയണെന്ന്. അപ്പൊ അവിടെ എന്താ പറമ്പില് അങ്ങോട്ടേക്ക് റോഡൊക്കെ പോണ്ടല്ലോ. ഏതോ കാട്ടുമുക്ക് കൂടെ ഒക്കെ പോണമായിരിക്കൊക്കെ ഫീൽ ഉണ്ടല്ലോ അത്. അതിന് ഇവിടെ കൊറേ വീടുകൾ കാണാനായിട്ടാണ്. ഇവിടെ കുറച്ച് ഇവിടെയൊക്കെ പ്ലോട്ടുകളായി കിടക്കുക. കുഞ്ഞു വീടുകൾ വരും കാലങ്ങളിൽ. ഇവിടെയൊക്കെ വീടുണ്ട് ഇങ്ങോട്ടൊക്കെ. ഇങ്ങോട്ടൊക്കെ വീടുകളായി. ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലം. അവിടെയൊക്കെ വീടുകളുണ്ട്. ആ വീട്, ഇതാ വീട്, ഫുള്ള് വീടുകളായി. മാങ്ങേന്റെ കാലം കഴിഞ്ഞുകൊണ്ടല്ലേ? മാങ്ങാക്കാലം ഏകദേശമൊക്കെ ആയി, കഴിഞ്ഞ് തീർന്നു തുടങ്ങി. ചെമ്പിലോട്ടെത്തില്ലേ? ഈ സ്ഥലപ്പേരാണ് ചെമ്പിലോട്ട്. അമ്പലത്ത് വരെ എത്തിയാണ് കേട്ടോ. നമ്മളെ വിളിക്കുമ്പോ കൊറേ ആൾക്കാർ ചോദിക്കും അമ്പലത്തറ സ്ഥലം ഉണ്ട് എന്ന് പറയുമ്പോ ഏത് അമ്പലത്തറയാന്നായിരിക്കാം. മടിക്കൈ അമ്പലത്തറയാണോ പാറപ്പള്ളി അമ്പലത്തറയാണോ? അപ്പൊ രണ്ടാമത്തെ അമ്പലത്തുകാരാണിത്. നീലേശ്വരം പോണ റോഡാണ്. നീലേശ്വരം ഫുള്ള് വളവും തിരിവാണ്. വളവ് കഴിഞ്ഞ് താഴെ എത്തുമ്പോ ചിലപ്പോ ഒരു പാടം കാണും. മരം കയറ്റി ലോഡടക്കം പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മേലെ റബ്ബറൊക്കെ ഉണ്ടോ? റബ്ബറാണ് ഉണ്ടല്ലേ? കാഞ്ഞങ്ങാടിലേക്ക് പോകുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിന്റെ അങ്ങോട്ട് ആ റോഡാണിത്. അത് ഇപ്പുറത്തില്ല, മടിക്കേന്ന് ഇപ്പുറത്തോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. മണ്ടൻ വളവാണല്ലോ. വെറും വളവാണ്. കണിച്ചിറ പാലം എന്താണ് ഫുള്ള് പേര് കാണില്ല. കണിന്ന് മാത്രം കണ്ടുള്ളൂ. അതാണ് പാടം. ഓ നല്ലൊരു അമ്പ്, നല്ല രസമുള്ള ഇത് അല്ലേ സ്ഥലം. പാടത്തിന്റെ സൈഡിൽ കൂടെ അങ്ങാണ്ട് വാഴകൃഷിയൊക്കെ, തെങ്ങും തോട്ടത്തിന്റെ സൈഡിൽ കൂടെ. ഇറക്കം കഴിഞ്ഞ് പാടവും കഴിഞ്ഞ് കയറ്റായില്ലേ? അടുത്ത മല കയറുന്നു. പെരും വളവ്. കറങ്ങി ഇങ്ങോട്ട് വരണല്ലോ. എന്താണിത്? തിരിച്ചിട്ടാണ് തിരിയണില്ലല്ലേ? ഫുള്ള് ഓടിച്ചിട്ടും പിന്നെയും തിരിഞ്ഞില്ല, പിന്നെയും വളവ് തന്നെ. പഠിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകൂല. ഒരു പോക്കേക്കും പോകല്ല, അവിടെ ഉണ്ട് നിക്കും, ചവിട്ടി കുത്തി ഇങ്ങനെ നിക്കും. അവിടെ വണ്ടി കൊണ്ട് ഓഫാലേക്കും. എന്നിട്ടൊരു പോക്കാക്കി ഇപ്പട്ടേക്ക്. കാലിച്ചാമ്പതി. നമ്മളിപ്പോ എവിടെ എത്തി? മടിക്കയാണോ അതോ കക്കാട്ടോ? മടിക്കൈ ടൗൺ ആണിത്. ഇവിടെ സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നല്ലേ? സ്കൂൾ കാണൂല. അപ്പൊ ഇങ്ങനെ പോവുകയാണ്. എത്താനായപ്പോ നമ്മള് ഇനിയും പോണല്ലേ? കൊറേ നേരമായി യാത്ര തുടങ്ങിയിട്ട്. 12 മണിക്കോ 12:30 നമ്മള് തുടങ്ങിയതാണ്. 7.5 കിലോമീറ്റർ ഇനി പോകാണ്ട്. അപ്പൊ ഒരു 1:30 ആയി. ഇപ്പൊ 1:45 2 മണി ആകുമ്പോഴത്തേനും എത്തൂലേ? ആലിൻകീഴിലെത്തി. ഇപ്പൊ നമ്മള് ആരെവിടെ? അതാണോ ആ കാണുന്നതാണോ ആല്? അതാണ് ആല. അവിടെ ആലിൻകീഴിൽ. അവിടെ നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നീലേശ്വരം എത്തും. നമുക്ക് പോകാൻ കാണിക്കുന്നത്.
കക്കാട്ട് പോണ റോഡ് തന്നെ. ചായോ ചായോ? ആ കക്കാട്ടല്ലല്ലോ, ചായോ. ചായോ അല്ല, ചായത്തുനിന്ന് പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോകണ്ട. അപ്പൊ ചായത്തുനിന്ന് പിന്നെയും പോണോ? കാഞ്ഞിരടുക്കോ? കാഞ്ഞിരത്തിങ്കാലല്ല, നമുക്കത് പാളി. കാഞ്ഞിരടുക്കോ? അവിടെ എവിടെയാണ്? നമ്മക്ക് അവിടുന്ന് അങ്ങനെ പോകല്ലേന്ന് എളുപ്പണ്ടായിന്ന്, പറക്കളായി കൂടെ അതില് പോയതേനല്ലേ? ആ ചപ്പളേ തോന്നിന്ന്. നമ്മളിത് കൊറേ ചുറ്റി. നമ്മള് വട്ടം കറങ്ങി. ഇനി റൗണ്ട് അടിച്ച് കണ്ട പോണേ. റൗണ്ടിന്റെ പകുതി എത്തി. ഞാൻ പകുതി ഫുള്ളണ്ട് ആകണം എന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ കണ്ടെത്തുമ്പോ വട്ടണ്ട് പൂർത്തിയാവും. നമ്മളൊന്ന് കറങ്ങി. അല്ല, ഈ വഴി ഇങ്ങൊക്കെ ഒന്ന് കാണാലോ അല്ലേ? വീടുകളൊക്കെ ഉണ്ട്, വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയ ആണ്. ബംഗളല്ലേ? ബംഗള സ്കൂളാണത്. ഹയർ സെക്കൻഡറി ഒന്നുണ്ട് അല്ലേ? ഹൈസ്കൂളാണ്. കക്കാട്ട് സ്കൂൾ. കക്കാട്ട് സ്കൂള്. ഇതാണ് ബംഗളം ടൗൺ. പറയുന്നതിൽ ചിലപ്പോ മാറ്റങ്ങളൊക്കെ വരും. ഞങ്ങള് വേറെ നാട്ടുകാരാണ്. അതാണ് പരിചയം. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ചിലപ്പോ അല്ലേ? നമ്മള് പറയണ ചെറുങ്ങനല്ല, ചിലപ്പോ ഫുള്ള് തന്നെ ഉണ്ടാവും. ഫുള്ളും തെറ്റന്നെ ആയിരിക്കും. അത് നിങ്ങള് ക്ഷമിക്കുക. അതുകൊണ്ട് പുതിയൊരു വലിയൊരു വീടൊക്കെ വരുന്നുണ്ടല്ലോ. പണ്ടത്തെ കടയായിരിക്കും ചിലപ്പത് അല്ലേ? വീടൊക്കെ ഇട്ടിട്ടില്ല. ഇവിടെ ഭയങ്കര അടിയാണോ അതോ തുള്ളി കളിക്കേ? കാലുമലോ? ഒരു വെല്ലച്ചൻ നിക്കുന്നുണ്ട് അവിടെ. എന്താ കിച്ചു തുള്ളി മറിയണ്? അടങ്ങിയിരിയടാ. ചോറിനുണ്ട് നമുക്ക്. ചോറിനണം. റോഡ് വലിയ കുഴപ്പമില്ല അല്ലേ? റോഡ് ഇത് റബ്ബറൈസ്ഡ് അല്ലല്ലോ, സാധാ ടാറിങ്ങ. എത്തിയോ? എത്താനാന്ന് കൊന്നതിനെ കൊല്ലി പണ്ട ഒരു മൂലയില് കിടക്കണേ. ഏതാപ്പാ കടത്തം? കിടന്ന് മറിയേന്ന്. കിട്ടിയോ? അവിടെ കിടക്കട്ടെ കുറച്ചേരം, അടങ്ങിയിരിക്കട്ടെ. ഇപ്പൊ ലച്ചു ഇവിടെ വന്നിരുന്ന് അടങ്ങിയിരി. ഇനി പുറകിന്ന് എന്തൊക്കെയോ കാണിക്കണ്ടോ? ഇനി ഉള്ളെന്ന് എന്തൊക്കെയോ ഉണ്ട്. ചവിട്ട്. ഇനി ലച്ചു അങ്ങോട്ട് പോകേണ്ടി വരും. എന്നിട്ടോ അങ്ങോട്ടോട്ട് വരും. കണ്ടോ? ഓളവിടെ ഇരിക്കാനയക്കൂല. ലച്ചു എപ്പോഴും പറയും നിങ്ങക്ക് കിച്ചുവിനെ കിട്ടിയിട്ട് ഇപ്പൊ എന്നെ നോക്കാൻ നേരമില്ലാന്നല്ലേ? ഇതല്ലേ നമ്മളെ കുഞ്ഞുകുട്ടി? കിച്ചുവിനെ നോക്കണ്ടേ ലച്ചു അല്ലേ? ലച്ചുവിന്റെ കുട്ടിയാണത്. റബ്ബർ വെട്ടണില്ലല്ലോ. ആർക്കും ഉണ്ടായിരുന്ന നേരം വെട്ടാനൊക്കെ ഭ്രാന്ത്. വെട്ടും പണി മടുപ്പായിണത് കാണണ്ടല്ലേ? റബ്ബറിന് നമ്മൾ ഇതിട്ടതില് ഒരു ഇതാണ് ആൾക്കാർക്ക്. ഇവിടെ നിർത്തണം, നമുക്ക് ഫുഡ് കഴിക്കാൻ നിർത്തണല്ലോ. സ്ഥലം കുറവാണ്. നല്ലൊരു റോഡ് അങ്ങോട്ടോ? ഏത് റോഡ്? കുറച്ച് ദൂരം എവിടെയോ ഓട്ടോ ഉള്ളു. അതിന് ചായവത്ത് എത്തും നമ്മള്. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. അതെ, നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കണം. അവിടുന്ന് കഴിക്കാൻ നല്ല ഇടത്തിന് മുന്നേ കഴിക്കല്ലേ? നടത്തി കഴിഞ്ഞ പിന്നെ പറമ്പ് കാണാൻ പോക്കും. വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം പോവും. അപ്പൊ നമുക്ക് നല്ലൊരു സ്ഥലം തരാം. അപ്പൊ നമ്മള് ചായത്തെത്തി അല്ലേ? ചായത്തേക്ക് എത്തുന്നു. ചായവും കുട്ടികളെ അങ്ങനെ നമ്മള് ചായോത്തിന് എത്തിട്ടോ. ചായം ടൗണിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. നല്ല വലിയ ടൗണായി. പിന്നെ നമുക്ക് അടുത്ത സ്കൂള്
നല്ല സെക്കൻഡറി സ്കൂൾ സൗകര്യമുള്ള ഒരു ഏരിയ ആണ്. കാരണം വെച്ചാൽ എല്ലാ ഇതും ഉണ്ട് ഇവിടെ. റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇവിടെ അടുത്ത്, പിന്നെ 5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പിന്നെ ഇവിടെ തന്നെ ടൗൺ സ്കൂളുണ്ട്. ഈ കാണുന്ന സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. ഇതല്ല ഇത്. പിന്നെ സ്കൂളുണ്ട്, പിന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബസ് റൂട്ടാണെങ്കിൽ ബസ്സാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബസ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളി ഒരു ഏരിയ ആണ്. പിന്നെ പെട്ടെന്ന് വീടുകളൊക്കെ ആണെങ്കിലും സെയിലായി പോകുന്നൊരു ഏരിയ. അപ്പോൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അകലത്തിൽ നമുക്കൊരു 3 ഏക്കർ സംതിങ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഓണർ നമ്പറൊക്കെ വീഡിയോക്കകത്ത് നമ്മൾ കൊടുക്കലുണ്ട് ചില വീഡിയോകളിൽ. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ, ഇവിടെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ എവിടെയാണെങ്കിലും പ്രശ്നമില്ല, സ്ഥലങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 86 ഉണ്ടോ. പരസ്യം ചെയ്യാനുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. ബൈ. ഇതായി ഇരിക്കുന്ന വിശന്നിട്ടാട്ടോ. നമുക്കിവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കണം.